കമ്മ്യൂണിസ്റ്റ് ആശയത്തെയും ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയും വീണ്ടും കുഴിയിൽ ചാടിച്ച് പാർട്ടിയുടെ തന്നെ സ്വന്തം വനിതാ നേതാവ്. കഴിഞ്ഞ തവണ വൃന്ദാകാരാട്ടാണെങ്കിൽ ഇത്തവണ ആനി രാജയാണ്. സ്ത്രീകളുടെ പാർട്ടി പദവിയെ പുരുഷ നേതാവുമായുള്ള ബന്ധത്തോട് ചേർത്ത് വയ്ക്കുന്ന പ്രവണത ഇടതു പാർട്ടികളിൽ ഉൾപ്പെടെയുണ്ടെന്ന് CPI നേതാവ് ആനി രാജ പറയുന്നു. സ്ത്രീ പൊതുരംഗത്തേക്ക് വന്നാൽ ഭർത്താവ്, ഭാര്യ, അച്ഛൻ, മകൾ, സഹോദരൻ, സഹോദരി എന്നീ ബന്ധങ്ങൾ ഉയർത്തി ആണിന്റെ പേരിൽ സ്ത്രീയെ അഭിസംബോധന ചെയ്യുന്ന പ്രവണതയുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി. എത്ര മുതിർന്ന സ്ഥാനത്തെത്തിയാലും സ്ത്രീവിരുദ്ധ രീതി ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുണ്ട്. പുരുഷാധിപത്യ മനോഭാവത്തിന്റെ പ്രതിഫലനമാണത്. അത് അത്തരത്തിൽ നിലനിർത്തുന്നതിൽ മാധ്യമങ്ങൾക്കും ഒരു പരിധിവരെ പങ്കുണ്ട്. എൻ്റെ പേരെഴുതുമ്പോൾ ഒരു പ്രസക്തിയില്ലെങ്കിലും D രാജയുടെ ഭാര്യയാണെന്ന് എഴുതും. D രാജ ഭർത്താവാകുന്നതിന് മുമ്പും ദേശീയ തലത്തിൽ വനിതകൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടും അതൊന്നും കണക്കാക്കുന്നില്ല. സ്ത്രീകളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരുന്നതിലുള്ള പുരുഷന്മാരുടെ താല്പര്യമില്ലായ്മ, മക്കളുടെ പഠനം, പ്രായമായവരുടെ ശുശ്രൂഷ, കുടുംബം നോക്കൽ, വീട്ടുപരിപാലനം തുടങ്ങിയവയെല്ലാം സ്ത്രീയുടെ ജോലിയാണെന്ന് കൽപ്പിച്ച് വീട്ടിലിരിക്കേണ്ടി വരുന്നു. ഇവ മൂലം സ്ത്രീകൾക്ക് പൊതുമണ്ഡലങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ തുടരുന്നുവെന്ന് ആനി രാജ പറയുന്നു. നേതാവായി കഴിഞ്ഞാലും സ്ത്രീയെയും അവരുടെ വ്യക്തിത്വത്തെയും അംഗീകരിക്കാൻ മടിയുള്ളവർ രാഷ്ട്രീയ പാർട്ടികളിൽ മുതൽ മാധ്യമ മേഖലയിൽ വരെയുണ്ടെന്ന് ആനി രാജ മുൻപ് വിമർശിച്ചിരുന്നു. സ്ത്രീകളുടെ പാർട്ടി പദവികളെ പുരുഷ നേതാവുമായുള്ള ബന്ധത്തോട് ചേർത്ത് വെക്കുന്ന പ്രവണതയുണ്ടെന്ന് CPM കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യമാണെന്ന് പാർട്ടി ഇടയ്ക്കിടെ പറയുമ്പോഴും തലമുതിർന്ന വനിതാ നേതാവ് ആനി രാജയുടെ വെളിപ്പെടുത്തലുകൾ പാർട്ടി വെട്ടിലാകുകയാണ്.